ഇവനിങ്ങനെ കാർ ഓടിച്ചിട്ട് വളരെ സ്പീഡിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് പെട്ടെന്ന് അവൻ്റെ വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെടുകയാണ്. ആ ബ്രേക്ക് നഷ്ടപ്പെട്ട ഉടനെ അവൻ വണ്ടിയിൽ നിന്ന് സ്കിപ്പായിട്ട് വണ്ടി തലകീഴായി മറിഞ്ഞ് റോഡിലൊരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ്. ഈ സമയത്ത് അവൻ്റെ കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്ന അവൻ്റെ ഫ്രണ്ട് ഈ സൗണ്ടൊക്കെ കേട്ടിട്ട് അവന് മനസ്സിലായി അവിടെ ഒരു ആക്സിഡൻറ്റ് നടന്നു എന്നൊക്കെ. അങ്ങനെ അവൻ്റെ ഫ്രണ്ട് വിളിച്ച് അവൻ്റെ ബോയ് ഫ്രണ്ടിനെ വിളിച്ച് അറിയിക്കുകയാണ് ഇതുപോലെ അവനിങ്ങനെ ആക്സിഡൻറ്റ് സംഭവിച്ചു എന്നൊക്കെ. എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു വേറൊരു സ്ഥലത്തേക്ക് ഇവനെ വിട്ടിട്ട്. അത് തടയാൻ വേണ്ടിയാണ് ഇവ സ്പീഡിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായത്. ഇത് കേട്ടപ്പാടെ അവൻ അവിടെ നിന്ന് ഓടി ഇവൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്ക് അവൻ്റെ കാല് തട്ടിയിട്ട് അവൻ ഫ്ലോറിൽ വീഴുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് അവൻ അലറി കരയാണ്. അവൻ കാരണമാണ് ഈ ആക്സിഡൻറ്റ് സംഭവിച്ചതെന്നൊക്കെ ആലോചിച്ച് അലറി കരയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൻ എങ്ങനെയൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാണ്. അവിടെ ചെന്ന് അവൻ ICUയിൽ കിടക്കുന്ന കാണപ്പോൾ തന്നെ അവൻ ഷോക്കായിട്ട് ഫ്ലോറിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അവൻ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ആലോചിച്ച് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും അവനെ നന്നായിട്ട് സമാധാനപ്പെടുത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും മാറുന്നില്ല. അവൻ്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അച്ഛനോട് സോറി പറയുകയാണ്, എനിക്ക് പോകാൻ പറ്റിയില്ല, അത് എൻ്റെ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവനോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ തന്നെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അവിടെ ഇരുന്ന് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇവൻ നന്നായിട്ട് പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അവൻ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ആലോചിച്ച് നന്നായിട്ട് പേടിക്കുന്നുണ്ട്. ഇവനൊരിക്കലും അവനെ വിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ച് അവൻ നന്നായിട്ട് ഫീൽ ചെയ്യാണ്. എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ അവനെ വിട്ട് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേ ഇരുന്ന് കരയുന്നുണ്ട് അവൻ. അവന് ഇത് നന്നായിട്ട് ഗിൽറ്റി ഫീലിങ് വരുന്നുണ്ട്. ഇത് വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു സീനാണ്. ഇതിലുള്ള ആക്ടേഴ്സ് ആ ഇമോഷണൽ സീനെ വളരെ നന്നായിട്ട് തന്നെ ഡെലിവറി ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ സീന് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എങ്കിലും ഡ്രാമാസിൻ്റെ 6 സീൻസ് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഡ്രാമയുടെ നെയിം നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.